ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അടുത്ത വെള്ളിയാഴ്ച ഇൻഷാ അല്ലാഹ് നാം എല്ലാവരും ആ റബീഉൽ അവ്വൽ മാസത്തിന്റെ ഏറ്റവും വലിയ സന്തോഷത്തിന്റെ ദിനരാത്രങ്ങളിലായിരിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. പ്രിയമുള്ളവരെ, സഹോദരങ്ങളെ, റബീഉൽ അവ്വൽ മാസം സമാഗതമാകുമ്പോൾ ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഖൽബിൽ ആനന്ദമാണ്. എൻ്റെ ജന്മദിനം നിങ്ങൾക്ക് സന്തോഷമാണ്, എൻ്റെ ജന്മദിനം അതിന് നന്ദി പ്രകാശനമായിട്ട് കൊണ്ടാണ് ഞാൻ തിങ്കളാഴ്ച നോമ്പ് പിടിക്കുന്നതെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ഈ ലോകത്തെ കാരുണ്യമായിട്ടല്ലാതെ അങ്ങയെ നാം പടച്ചിട്ടില്ല നബിയെ. ഈ ലോകത്തൊരു കാരുണ്യം വന്നത് ഹബീബായ നിബിതങ്ങളാണ്. ഹബീബായ തങ്ങളുടെ ജന്മദിനം വരുമ്പോൾ, ആ ഒരു മാസം വരുമ്പോൾ നമ്മളെല്ലാവരും സന്തോഷിക്കണം. മറ്റൊരു ഭാഗത്ത് ചർച്ച ചെയ്യുന്നുണ്ട്, നബിതങ്ങൾ വഫാത്തായതും അതേ റബീഉൽ അവ്വലിലല്ലേ, അവ ദുഃഖിക്കുകയല്ലേ വേണ്ടതെന്ന്. ഒരിക്കൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ നബിതങ്ങളെപ്പറ്റി വിശുദ്ധമായ ഖുർആനിലോ ഹദീസിലോ റസൂലുള്ളാഹിന്റെ വഫാത്ത് കാരണം നിങ്ങൾ ദുഃഖിച്ചിരിക്കണമെന്നോ കാലാകാലം ഖിയാമത്ത് നാൾ വരെയും ദുഃഖാചരണം നടത്തണമെന്നോ ഖുർആനിലോ ഹദീസിലോ മറ്റു വേദഗ്രന്ഥങ്ങൾ എവിടെയും ഇല്ല. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം കാണാൻ നിങ്ങൾ സന്തോഷിക്കണോ എന്ന് ചോദിച്ചാൽ വിശുദ്ധമായ ഖുർആനിൽ വ്യക്തമായ തെളിവുണ്ട്. നിങ്ങൾക്കൊരു റഹ്മത്ത് വന്നാൽ ഫബിദാലിക ഫൽയഫ്റഹു, ആ റഹ്മത്ത് വന്നാൽ നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക. റഹ്മത്തുകളിൽ ഏറ്റവും വലിയ ഉന്നതമായ റഹ്മത്ത് അത് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് മുഫസ്സിരീങ്ങളിൽ ധാരാളം ആളുകളും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, വിശുദ്ധമായ ഖുർആൻ അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാർ, സ്വാലിഹീങ്ങൾ, സലഫു സ്വാലിഹീങ്ങൾ ഇവരെല്ലാവരും ഹബീബായ തങ്ങളെ പാടി പുകഴ്ത്തിയിട്ടുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുകഴ്ത്തുക, ആ ഹബീബായ തങ്ങൾക്ക് വേണ്ടിയിട്ട് മദ്ഹ് പാടുക എന്നുള്ളതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിരുന്നത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അത് ജീവിച്ചിരിക്കുമ്പോഴും വഫാത്താകുമ്പോഴും എപ്പോഴും ഹബീബായ തങ്ങൾക്ക് സന്തോഷമാണ്. അതല്ലേ നബിതങ്ങളുടെ ഹദീസ് ഉണ്ടല്ലോ, മൻ സാറ ഖബ്രി ബഅദ മമാതി, എൻ്റെ വഫാത്തിന് ശേഷം എന്നെ ആരെങ്കിലും സന്ദർശിക്കാൻ വന്നാൽ ഫകഅന്നമാ സാറനി ഫിൽ ഹയാതി, അവൻ എന്നെ ജീവിതകാലഘട്ടത്തിൽ എന്നെ സന്ദർശിക്കാൻ വരുന്നവനെ പോലെയാണ് എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ. ഒരിക്കലും അമ്പിയാക്കന്മാരെ ഖബറിന്റെ ഉള്ളിൽ അവർ വഫാത്തായി കിടക്കുകയല്ല, അവർ ജീവിച്ചിരിക്കുകയാണ്. അവരുടെ ശരീരങ്ങൾ പുഴുക്കളും മണ്ണുകളും തിന്നൂല്ല എന്നുള്ള വിശ്വാസമാണ് ഒരു മുഅ്മിനിന് വേണ്ടത്. അപ്പൊ അതിൽ നിന്ന് വ്യതിചലിക്കുന്ന വേറെ എന്ത് വിശ്വാസം വന്നാലും അവൻ ദീനിൽ നിന്ന് ഔട്ടാണ്, പുറത്താണ്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാവട്ടെ. ഇവിടെ നിന്നുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചർച്ച ചെയ്യേണ്ടത് വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു തന്നെയാണ് ഹബീബായ തങ്ങളെ നമ്മളോട് മദ്ഹ് പറയാൻ കൽപ്പിച്ചത്. എങ്ങനെയാണ് ഹബീബായ തങ്ങൾക്ക് മദ്ഹ് പറയേണ്ടത്? വിശുദ്ധമായ ഖുർആന്റെ ഒരു ആയത്ത് നിങ്ങൾ നോക്കിയേ, ഫല്ലദീന ആമനൂ ബിഹി വഅസ്സറൂഹു വനസറൂഹു വത്തബഉൻ നൂറല്ലദീ ഉൻസില മഅഹു ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. നബിതങ്ങളെ വിശ്വസിച്ചവർ, നബിതങ്ങളെ പാടി പുകഴ്ത്തിയവർ, അല്ലാഹു പറയാണ്. ഹബീബായ നബിതങ്ങളെ മദ്ഹ് ചൊല്ലിയവർ, വനസറൂഹു നബിതങ്ങളെ സഹായിച്ചവർ, വത്തബഉൻ നൂറല്ലദീ ഉൻസില മഅഹു ആ നബിതങ്ങളോടൊപ്പം ഇറക്കപ്പെട്ട വിശുദ്ധമായ ഖുർആനിനെ പിൻപറ്റിയവർ, ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, ഇക്കൂട്ടർ തന്നെയാണ് വിജയികൾ എന്ന് വിശുദ്ധമായ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ. സുബ്ഹാനക ലാ ഇലാഹ ഇല്ല, ഉറക്കെ പറഞ്ഞ സുബ്ഹാനക ലാ ഇലാഹ ഇല്ലാഹു. അതൊക്കെ നിന്നൊന്നും പറയല്ല, ഖാലല്ലാഹു അസ്സ വജൽ ഒന്നുമില്ല. പണ്ട് വാദന്മാരൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയും ഖാലല്ലാഹു അസ്സ വജൽ. അള്ളാഹു അവന്റെ ഖുർആന്റെ മഹത്വം മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിനെ മദ്ഹ് ചെയ്യൽ നമ്മുടെ മേൽ അനിവാര്യമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നെവിടെയെല്ലാം അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ അവിടെയെല്ലാം മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് കൂടി അള്ളാഹു ചേർത്തിട്ടുണ്ട്. നമ്മളെല്ലാവരുടെയും വാദം
ഇന്ന് ലോകത്തിലൊട്ടാകെ വ്യാപിച്ചു കിടക്കുന്ന ഒരു വാദം അള്ളാഹു മതി എന്നാണ്. അള്ളാഹു മതിയായവൻ തന്നെയാണ്. പക്ഷെ അള്ളാഹ് പറയുന്നത് ഞാൻ മതിയാകുന്നതോടൊപ്പം എന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്ന നിങ്ങളുടെ ഹബീബിനെയും കൂടി നിങ്ങൾ ചേർത്ത് പിടിക്കണമെന്നാണ്. അതുകൊണ്ടാണ് ഞാനും നിങ്ങൾ മുഅ്മിനാകണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം പോരാ, മുഹമ്മദുർ റസൂലുള്ളാഹ് ഇത് കൂടുമ്പോഴാണ് തൗഹീദ് ആവുകയുള്ളൂ. ഇതാണ് യഥാർത്ഥത്തിൽ തൗഹീദ്. മുഹമ്മദ് നബി മുസ്തഫ, മുഹമ്മദ് നബി മുസ്തഫ, മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളില്ലാതെ ദീനില്ല, ദുനിയാവില്ല, സമൂഹമില്ല. ലൗലാക ലൗലാക ലമാ ഖലഖതുൽ അഫ്ലാഖ്. നബിയെ അങ്ങയെ നാം പടച്ചില്ലായിരുന്നെങ്കിൽ ഈ അണ്ഡകടാഹങ്ങളൊന്നും ഞാൻ പടക്കില്ലായിരുന്നു നബിയെ. ഈ കാണുന്ന ഭൂമി, ഈ കാണുന്ന ആകാശം, ആകാശത്ത് നമ്മൾ കാണുന്ന സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, താരാപഥങ്ങൾ, ഗാലക്സികൾ, നിരവധി അനവധി നക്ഷത്ര സമൂഹങ്ങൾ, ഇവയെല്ലാം അള്ളാഹു പടയ്ക്കാൻ കാരണക്കാരൻ മുഹമ്മദ് മുസ്തഫ. നിങ്ങളെന്തെങ്ങനെ മുഹമ്മദ് മുസ്തഫ? നിങ്ങളെല്ലാം തിരിച്ച് സ്വലാത്ത് പറയുമ്പോഴാണ് ഈ വിഷയം പറയാൻ. സാധാരണ ഒരു വിഷയം പറയും പോലെയല്ല. സാധാരണ വിഷയം മുസ്തനബി തങ്ങളെ പറ്റി പറയുമ്പോൾ നമ്മുടെ മനസ്സൊന്ന് കുളിരണം. അതിൽ പിന്നെ അശ്രദ്ധമായിരിക്കരുത്. ഇപ്പൊ നിങ്ങളെ ഫാമിലി, നിങ്ങളൊക്കെ ഒരു കുടുംബത്തിലെ ഒരു വിഷയം പറ്റി ഇവിടെ പറഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിന്റെ ഒരു കാര്യം പറയണം. നിങ്ങളെ ഇൻഡിവിജ്വലായിട്ട് ഒരു കുടുംബത്തിന്റെ കാര്യം പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കും. എന്തുകൊണ്ടാണെന്നറിയാവോ? നിങ്ങളെ കുടുംബത്തെ നിങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമാണ്. നിങ്ങളെ മകന്റെ കാര്യം ഇവിടെ പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. കാരണം മകനെ നിങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമാണ്. റസൂലുള്ളാഹിന്റെ കാര്യം പറയുമ്പോഴും ഹദീസ് പറയുമ്പോഴും അശ്രദ്ധമായിരിക്കുന്നത് ആ നബി തങ്ങളുടെ അനാദരവും ഇഷ്ടക്കുറവാണ്. ആ നബി തങ്ങളുടെ ഇഷ്ടമില്ലാത്ത ഒരു ജീവിതം നമുക്ക് ഉണ്ടാകരുത്. അതല്ലേ നമ്മൾ എല്ലാ റബീഉൽ അവ്വലും പറയുമ്പോൾ എല്ലാ മുസ്ലിയാക്കന്മാരും ഉസ്താദുമാരും പറയും, ഖുൽ ഇൻ തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി. നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റീൻ. നിങ്ങൾ നിങ്ങളുടെ ഉമ്മയേക്കാൾ ഉപ്പയേക്കാൾ എല്ലാത്തിനേക്കാളും മുത്തുനബി തങ്ങളെ ഇഷ്ടപ്പെടുന്നവർ നിങ്ങൾ ആരും സ്വർഗത്ത് കിടക്കൂല. ഇതൊക്കെ നമ്മൾ സ്ഥിരം കേൾക്കണതാണ്. പക്ഷെ അതിന്റെ കേട്ട് അതിന്റെ വില പോയെന്നല്ലാതെ നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് പച്ചയായത്. എനിക്ക് റസൂലുള്ളാഹിനെ ഇഷ്ടമാണെന്ന് പറയുന്നത് വെറുതെ ഉണ്ട്. കുറെ സുന്നത്തുകൾ പിൻപറ്റുക എന്നുള്ളതാണ് ചില ആളുകളുടെ വിശ്വാസത്തിൽ. നബിതങ്ങളുടെ സ്നേഹം എന്ന് പറഞ്ഞ നബിതങ്ങൾ എങ്ങനെ ജീവിച്ചോ അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യുക, അതൊരു പരിപൂർണ സ്നേഹമൊന്നുമല്ല, സ്നേഹത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. നബിതങ്ങളെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും വേണം. കാരണം എന്താണെന്നറിയോ സഹോദരങ്ങളെ? നിബിതങ്ങളുടെ നുബുവത്തിന്റെ കാലഘട്ടം മുതൽ 63 വയസ്സ് വരെ 23 വർഷക്കാലം, 40 വയസ്സ് മുതൽ 63 വയസ്സ് വരെയുള്ള റസൂലുള്ളാന്റെ 23 ഇയേഴ്സ് ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗത്തിൽ റസൂലുള്ള ആശങ്കപ്പെട്ടത് ഹബീബായ തങ്ങളെ പറ്റിയല്ല, നബിതങ്ങളുടെ പൊന്നുമോള് ഫാത്തിമ ബീവിയെ പറ്റിയല്ല, റസൂലുള്ളാന്റെ പൊന്നാര പേരക്കുട്ടികൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയെ പറ്റിയും അല്ല. ആശങ്ക ഉമ്മത്തി ഉമ്മത്തി ഉമ്മത്തി, എന്റെ ഉമ്മത്തിനെ പറ്റിയാണ്, എന്റെ സമുദായം, നമ്മളെ പറ്റിയാണ് ആശങ്ക. നമുക്ക് ആരെ പറ്റിയാണ് ആശങ്ക? നമുക്ക്, ഞാൻ നിങ്ങളോട് തുറന്നു പറയാം, നമുക്ക് ആകെ ആശങ്ക നമ്മളെ മക്കളെ പറ്റിയാ. ഞാൻ മരിച്ചു, എന്റെ മക്കൾക്കാരാ, എന്റെ പെൺമക്കളെ ആര് കെട്ടിക്കും, ഇതൊക്കെയാണ് നമ്മുടെ ആശങ്ക. ആശങ്കയ്ക്കപ്പുറം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾക്ക് വേണ്ടത് ആത്മവിശ്വാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ ഇന്ന് വരെ പടച്ചിട്ട് വാപ്പ് മരണപ്പെട്ടു പോയ മക്കളുടെ നിക്കാഹുകളൊന്നും നടക്കാതിരുന്നിട്ടില്ല. ഉണ്ടോ? എന്റെ അഭിപ്രായത്തിൽ ചില വാപ്പമാര് മരണപ്പെട്ടതിന് ശേഷം മക്കളുടെ നിക്കാഹൊക്കെ ഘനഗംഭീരമായിട്ട് നടന്നു എന്നാണ്. മരിക്കണമെന്നല്ല ഞാൻ അതിന്റെ അർത്ഥം പറയുന്നത്. അപ്പൊ നമ്മുടെ പറച്ചിലും സംസാരങ്ങളും വേറെ. നമ്മൾ യഥാർത്ഥത്തിൽ ഒന്ന് ആഴത്തിൽ ചിന്തിച്ചു നോക്കിയേ, മുത്തുനിബിതങ്ങളെ നമുക്ക് എത്രത്തോളം ഇഷ്ടപ്പെടാൻ പറ്റിയിട്ടുണ്ട്. ഉമ്മത്തി ഉമ്മത്തി, എന്റെ ഉമ്മത്തി, എന്റെ സമുദായം. വഫാത്തിന്റെ വേളയിൽ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തിന്റെ വേളയിൽ കിടക്കുമ്പോ സ്വഹാബാക്കളെല്ലാം ചുറ്റും നിന്ന് വിതുമ്പുമ്പോ ഹബീബായ തങ്ങൾ മരണത്തിന്റെ വേദനയുടെ ഇടയിൽ പറയുന്നുണ്ട്, സ്വഹാബാ, എനിക്കെന്റെ അനുചര വൃന്ദങ്ങളെ ഒന്ന് കാണണം സ്വഹാബാ, എന്റെ കൂട്ടുകാരെ, എന്റെ സഹോദരങ്ങളെ ഒന്ന് കാണണം, എന്റെ സഹോദരങ്ങളെ എനിക്കൊന്ന് കാണണം. സ്വഹാബാക്കൾ ചുറ്റും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. നബിയേ,
നമ്മളല്ലേ അവലസ്നായി ഇഖ്വാനുക യാ റസൂലല്ലാഹ്, ഞങ്ങളല്ലയോ അങ്ങയുടെ സഹോദരങ്ങൾ. അന്തും സ്വഹാബി, നിങ്ങൾ എൻ്റെ സ്വഹാബാക്കളാണ്. എന്നാൽ എൻ്റെ വഫാത്തിന് ശേഷം എന്നെ കാണാതെ എനിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുന്ന, എന്നെ കാണാതെ എനിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് സ്വലാത്തുകളും എന്നെ ഓർത്ത് കരയുന്ന, ഞാൻ ജീവിക്കുന്നത് പോലെയെങ്കിലും ഒന്ന് ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു സമൂഹം വരാനുണ്ട് സ്വഹാബാ. അവരാണ് എൻ്റെ സഹോദരങ്ങളെന്ന് ഹബീബുനാ വ ശഫീഉനാ മുഹമ്മദ് മുസ്തഫ. വർഷങ്ങൾ ഇത്രയായിട്ടും ഹബീബായ തങ്ങളുടെ പേര് കേട്ടപ്പോ, മുത്തുനബി തങ്ങളുടെ ഏതെങ്കിലും ചരിത്രം കേട്ടപ്പോ, മുത്തുനബി തങ്ങളുടെ ഏതെങ്കിലും ജീവിതത്തിലെ സംഭവങ്ങൾ കേട്ടപ്പോ സഹോദരങ്ങളെ എപ്പോഴെങ്കിലും ഒന്ന് കണ്ണുനീര് വന്നിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ചരിത്രം കേട്ടപ്പോഴൊന്നും നമുക്ക് കണ്ണുനീര് വന്നിട്ടുണ്ടോ? നമുക്കോല് നമ്മുടെ മക്കളാണെങ്കിൽ, നമ്മുടെ ഭാര്യയാണെങ്കിൽ, നമ്മുടെ മാതാപിതാക്കളാണെങ്കിൽ, നമ്മുടെ സ്ഥാപന ജംഗമ വസ്തുക്കളാണെങ്കിൽ, സഹോദരങ്ങളെ നമ്മൾ പരാജയപ്പെട്ടു പോകും. അവരാരും നമുക്ക് ഉപകരിക്കില്ല, അവരാരും നമുക്ക് ഉപകരിക്കില്ല. അതുകൊണ്ട് ഹബീബായ തങ്ങളുടെ മധുഹൊന്നു പാടാൻ അല്ലാഹുവിന്റെ റസൂലിനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. മുത്തുനബി തങ്ങളുടെ മധുഹ കേൾക്കാൻ. സുബ്ഹാനല്ലാഹ്, മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുത്തുനബി തങ്ങളുടെ മധുഹ് പറയുന്നുണ്ട്. അൻ കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു അന്ന ആദമ ഔസാ ഇബ്നഹു ശീസ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം വസിയ്യത്ത് ചെയ്യുന്നുണ്ട്. ആദം നബി, ആകാശം കണ്ട ആദം നബി, സ്വർഗ്ഗം കണ്ട ആദം നബി, അല്ലാഹുവിന്റെ അർശും കുർസും ലൗഹും കലമും മലായികത്തുകളെയും കണ്ട ആദം നബി തന്റെ മകനായ ശീസ് നബിയോട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം വസിയ്യത്ത് ചെയ്യുന്നുണ്ട്. മോനെ, നീ എപ്പോഴൊക്കെ അല്ലാഹുവിനെ ഓർക്കുമോ, കുല്ലമാ ദക്കർതല്ലാഹ് ഫദ്കുർ ഇലാ ജംബിഹി ഇസ്മ മുഹമ്മദ്, മോനെ നീ എപ്പോഴെല്ലാം അല്ലാഹുവിനെ ഓർക്കുന്നുണ്ടോ അപ്പോഴെല്ലാം നീ മുഹമ്മദ് നബിയെയും കൂടി ഓർക്കണേ മോനെ. നമ്മുടെ മക്കളുടെ 10 സ്വലാത്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ? ആദം നബിയാണ് പറയുന്നത്, നമ്മുടെയൊക്കെ വാപ്പ അബുൽ ബഷർ എപ്പോഴെല്ലാം അല്ലാഹുവിനെ ഓർക്കുന്നുണ്ടോ അപ്പോഴെല്ലാം നീ മുഹമ്മദ് നബിയെയും കൂടി ഓർക്കണേ മോനെ. കാരണം എന്തെന്നറിയോ? ഫഇന്നി റഅയ്തു ഇസ്മഹു മക്തൂബൻ അലാ സാഖിൽ അർശി, മോനെ അർശിന്റെ ചുവട്ടിൽ ഞാനൊരു പേര് കണ്ടു. ഫഅന ബൈനർ റൂഹി വത്തീൻ, ഞാൻ തീനിന്റെയും റൂഹിന്റെയും ഇടയിൽ. സുമ്മ ഇന്നി തറഫ്തു ഫലം മറഫിസ് സമായി മൗളിയൻ ഇല്ലാ റഅയ്ത ഇസ്മ മുഹമ്മദ് മക്തൂബൻ അലൈഹി, എവിടെയെല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുണ്ടോ അവിടെയെല്ലാം മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എവിടെയെല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹ് എഴുതി വെച്ചിട്ടുണ്ടോ നേരിട്ട് കണ്ട ആദം നബിയാണ് ഇബ്നു അസാക്കിറാണ് നിവേദനം ചെയ്യുന്നത്. മോനെ എവിടെയെല്ലാം ഉണ്ടെന്നറിയോ? റഅയ്തു ഇസ്മ മുഹമ്മദിൻ മക്തൂബൻ അലൈഹി വലം അറഫിൽ ജന്ന ഖസ്റാ, സ്വർഗത്തിലൊരു കൊട്ടാരത്തെ ഞാൻ കണ്ടിട്ടില്ല, ഒരു മുറിയെയും ഞാൻ കണ്ടിട്ടില്ല. സ്വർഗത്തിൽ വസിച്ച ആദം നബി സ്വർഗത്തിലെ എല്ലാ കൊട്ടാരത്തിന്റെ മുകളിലുമുണ്ട് പേര് മുഹമ്മദ്, എല്ലാ റൂമിന്റെ പേരിലും മുന്നിലുമുണ്ട് മുഹമ്മദ്, എല്ലാ വസ്തുക്കളുടെ പേരിലുമുണ്ട് മുഹമ്മദ്, ഹൂറുൽ ഈന്റെ ശരീരത്തിന്റെ ചാരത്തുമുണ്ട് മുഹമ്മദ്, സ്വർഗത്തിന്റെ ഓരോ തളികയിലും ഇലകളിലുമുണ്ട് മുഹമ്മദ്, വൃക്ഷത്തിന്റെ ഇലകളിലുമുണ്ട് മുഹമ്മദ്, സിദ്റത്തുൽ മുന്തഹ എന്ന അർശിന്റെ അങ്ങേയറ്റത്തെ ഇലന്ത മരത്തിലുമുണ്ട്, ആ കിളിർത്ത ഇലകളിലുമുണ്ട് മുഹമ്മദ്, ആ മലായിക്കത്തുകളുടെ കണ്ണിന്റെ ഇടയിലുമുണ്ട് മുഹമ്മദ് മുഹമ്മദ് മുഹമ്മദ്. എവിടെ നോക്കിയാലും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഇമാം ബൂസൂരി തങ്ങൾ പാടിയത്. ഫഇന്ന ഫളല റസൂലല്ലാഹി ലൈസ ലഹു ഹദ്ദുൻ ഫയുറബു അൻ ഹുന്നാതിഖിൻ ബിഫമി. ഹബീബായ തങ്ങളുടെ പേരുകൾക്ക്, ആ പദവികൾക്ക്, ആ അനുരാഗങ്ങൾക്ക്, ആ ഇഷ്ടങ്ങൾക്ക്, ആ സ്നേഹങ്ങൾക്ക് അതിർവരമ്പുകളില്ല. പ്രിയമുള്ളവരെ, സഹോദരങ്ങളെ,
നിങ്ങളെ മക്കളെക്കാൾ, നിങ്ങളെ ഉമ്മയേക്കാൾ, നിങ്ങളുടെ കൂടെ പിറപ്പിനേക്കാൾ, നിങ്ങളുടെ കൂട്ടുകാരെക്കാൾ, നിങ്ങളുടെ സഹസംവിധാനങ്ങളെക്കാൾ, നിങ്ങളുടെ ബിസിനസ് സാമ്രാജ്യങ്ങളെക്കാൾ, നിങ്ങളുടെ കൂലിപ്പണിക്ക് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങളുടെ ഓട്ടോറിക്ഷയേക്കാൾ, നിങ്ങളുടെ കയ്യിലുള്ള സമ്പത്തിനേക്കാൾ, സംവിധാനങ്ങളെക്കാൾ എപ്പോഴാണോ അള്ളാഹുവിന്റെ റസൂൽ നിങ്ങളുടെ കൽബിന്റെ ഉള്ളിൽ സ്ഥാനം പിടിക്കുക, അതുവരെ ഞാനും നിങ്ങളും മുഅ്മിനാവില്ല. ഹബീബായ മുഹമ്മദ് മുസ്തഫ നമുക്ക് ഈമാൻ തരട്ടെ. ഉമ്മത്തി 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 എന്ന് പറഞ്ഞ മുത്ത് നബിയോട് തിരിച്ച് ഞങ്ങൾ എന്റെ നബി എന്റെ നബി എന്റെ നബി എന്റെ നബി എന്ന് നമ്മൾ പറയണ്ടേ. ഇത് ശിർക്കാവൂല, ഇത് കുഫറാവൂല. അങ്ങനെ വിശ്വാസം വന്നവർ അങ്ങനെ എന്റെ നബി എന്റെ മുത്ത് നബി ആ മദ്ഹ് ചൊല്ലിയതിന്റെ പേരിൽ ഇസ്ലാമിന്റെ ബൗണ്ടറിയുടെ പുറത്തു പോകുമെന്ന് ഭയപ്പെടുത്തുന്നുണ്ട് ചിലർ. അങ്ങനെ പോകൂല. അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ലക്ഷങ്ങളോളം വരുന്ന സ്വഹാബാക്കൾ പോകണമായിരുന്നല്ലോ സഹോദരങ്ങളെ. സ്വഹാബുകൾ അല്ലാഹുവിന്റെ റസൂലിന് മദ്ഹ് പറഞ്ഞതുപോലെ ലോകത്താരാണ് പറഞ്ഞത്? ലോകത്താരാണ് പറഞ്ഞത്? കഴിഞ്ഞ റബീഉൽ അവ്വലിൽ ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആവർത്തിക്കുന്നില്ല. വിശുദ്ധമായ ഖുർആന്റെ ആയത്ത് നോക്ക്. واذكر عبادنا إبراهيم وإسحاق ويعقوب أولي الأيدي والأبصار واذكر إسماعيل واليسع وذا الكفل وكل من الأخيار واذكر في الكتاب موسى إنه كان مخلصا وكان رسولا نبيا. ഓരോ അമ്പിയാക്കന്മാരെ ആദൻ നബി മുതൽ മുത്തു മുഹമ്മദ് മുസ്തഫ വരെയുള്ള അമ്പിയാക്കന്മാരെ ഖുർആൻ പുകഴ്ത്തി പറയുന്നുണ്ട്. എന്തിനു വേണ്ടി? അള്ളാഹ് ഖുർആൻ അള്ളാഹിനെ പറ്റി മാത്രം പറഞ്ഞാ പോരായിരുന്നോ? അള്ളാന്റെ വലിപ്പം പറഞ്ഞാ മതിയായിരുന്നല്ലോ. കാരണം അള്ളാന്റെ ഗ്രന്ഥമല്ലേ ഖുർആൻ, കലാമുള്ളയല്ലേ ഖുർആൻ. ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയല്ലല്ലോ, അത് അള്ളാഹുവിന്റെ കലാമാണല്ലോ. ഖുർആൻ സൃഷ്ടിയല്ല. കഅബാലയം സൃഷ്ടിയാണ്, മുത്ത് നബി സൃഷ്ടിയാണ്. അള്ളാഹുവും അള്ളാഹുവിന്റെ കലാമല്ലാത്ത ലോകത്തുള്ള സർവ്വചരാചരങ്ങളും അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. പക്ഷേ ഖുർആൻ അള്ളാന്റെ കലാമാണ്. ആ കലാമിൽ മുഴുവനും അമ്പിയാക്കന്മാരുടെ മഹത്വങ്ങളാണ്. അമ്പിയാക്കന്മാരുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹാണ്. യാ മുഹമ്മദ് എന്ന് അല്ലാഹ് വിളിച്ചിട്ടില്ലല്ലോ എവിടെയും. യാ അയ്യുഹൽ മുസമ്മിൽ, യാ അയ്യുഹൽ മുദ്ദസിർ, യാസീൻ, ത്വാഹ. മുത്ത് നബിയെ മദ്ഹുകളുടെ പ്രയാണങ്ങൾ. ഇബ്രാഹിമിനെ വിളിച്ചപ്പോഴും യാ ഇബ്രാഹിം എന്ന് വിളിച്ചു, മൂസാനെ വിളിച്ചപ്പോഴും യാ മൂസ എന്ന് വിളിച്ചു. അങ്ങനെ അത്രയേറെ ബഹുമാനിച്ചപ്പോ ഇമാമിങ്ങൾ പറയുന്നുണ്ട് ദിക്റുൽ അംബിയാഇ മിനൽ ഇബാദ. അമ്പിയാക്കന്മാരുടെ പേര് പറയൽ അത് ആരാധനയാണെന്ന് മഹാനായ ഇമാമു ദൈലമി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നുണ്ട്. വദിക്റുസ് സ്വാലിഹീന കഫാറ. സ്വാലിഹീങ്ങളെ ഓർക്കൽ നമ്മുടെ പാപങ്ങൾ പൊറുക്കുന്നതാണ്. അപ്പോൾ മൗലിദ് എന്ന് പറഞ്ഞാൽ മങ്കൂസ് മൗലിദ്, ശറഫുലന മൗലിദ്, നമ്മൾ ഓതുന്ന സർവ്വ മൗലിദുകളും അത് ഇബാദത്താണ്, ആരാധനയാണ്. അത് ഖുർആൻ ചെയ്യാൻ പ്രേരിപ്പിച്ചതാണ്. സഹോദരങ്ങളെ, സ്വലാത്തുകൾ ഇബാദത്താണ്. ഏത് സ്വലാത്തും എങ്ങനെയും നമുക്ക് ചൊല്ലാം, അതിന് പരിധികളില്ല. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാവട്ടെ. അതുകൊണ്ട് ആ ഹബീബായ തങ്ങളെ നമുക്കുള്ളൂ സഹോദരങ്ങളെ. ഞാൻ ചുരുക്കുകയാണ്. വിശുദ്ധമായ ഖുർആന്റെ ഒരു ആയത്തുണ്ടല്ലോ, എന്തിനു വേണ്ടിയാണ് മുത്തുനബി തങ്ങളെ ഇങ്ങനെ പുകഴ്ത്തുന്നത്? എന്തിനു വേണ്ടി? നമുക്ക് എന്ത് ചെയ്തു റസൂലുള്ളാഹ്? നമ്മൾ കണ്ടിട്ടുണ്ടോ മുത്തുനബിയെ? മദീനയിലൊന്ന് പോയിട്ടുണ്ടോ? മദീനയിലൊന്ന് പോണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമുക്ക് എന്താ നമ്മുടെ റസൂലുള്ളാഹ് ചെയ്തതെന്ന് നിങ്ങൾ കേട്ടോ? നിങ്ങളുടെ ചോദിക്കണം, വാപ്പ എന്തൊക്കെ ചെയ്തെന്ന്? എന്റെ വാപ്പ എനിക്ക് അവരുടെ പാരമ്പര്യ സ്വത്തുക്കൾ തന്നോ, വീട് തന്നോ. ഞാൻ ഇന്നും താമസിക്കുന്ന എന്റെ ഉപ്പാന്റെ വീട്ടിൽ, അല്ല മുത്തുനബിയുടെ വീട്ടിലല്ല. വാപ്പാനല്ലേ ഉസ്താദ് ഇഷ്ടപ്പെടേണ്ടത്? ശരിയാണ്. 10 മാസം നൊന്തുപെറ്റ എന്റെ ഉമ്മ, 10 മാസം നൊന്തുപെറ്റ എന്റെ ഉമ്മ, ആ
ആ ഉമ്മയല്ലേ ഉസ്താദേ എനിക്ക് ഏറ്റവും വലുത്. സഹോദരങ്ങളെ, നമുക്ക് ഉപകാരപ്പെടുന്നത് ആരെന്നറിയോ? നിങ്ങൾ കേട്ടോ, ഈ ഹദീസ് ഒന്ന് കേട്ടോ. ഇക്രിമ റളിയല്ലാഹു അൻഹു യൗമ യഫിറുൽ മർഉ മിൻ അഖീ, തന്റെ സഹോദരൻ എന്ന് ഓടിപ്പോകുന്നൊരു വേളയുണ്ട്. ഉമ്മിഹി വ അബീഹി, ഉമ്മയിൽ നിന്നും വാപ്പയിൽ നിന്നും ഓടിപ്പോകുന്ന വേള. വിശുദ്ധമായ ഈ ആയത്തിനെ തഫ്സീർ ചെയ്തുകൊണ്ട് ഇക്രിമ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഖിയാമത്ത് നാളുണ്ടല്ലോ, ഒന്ന് ശ്രദ്ധിച്ചു കേട്ടെ, 5 മിനിറ്റ് കൊണ്ട് നമുക്ക് നിർത്താം. ഇക്രിമ റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്, ഞാനും നിങ്ങളും മരിച്ചങ്ങ് പോയി, ഞാനും നിങ്ങളും മരിച്ചുപോയി, ലോക അവസാനം സംഭവിച്ചു, ഖബറും കഴിഞ്ഞു, നാളെ ഞാനും നിങ്ങളും മഹ്ശറിൽ നിൽക്കുകയാണ്. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ സ്വന്തം വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, നിങ്ങളെ മക്കളുണ്ട്, ഈ ഖത്തീബായി ഞാനും നിങ്ങളൊക്കെ ഒരുമിച്ച് നിൽക്കുന്ന മഹ്ശറ. ആ മഹ്ശറയിൽ മുത്ത് നബി തങ്ങൾ പഠിപ്പിക്കുന്നു, യൽഖർ റജുലു സൗജതഹു, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഭാര്യയാണല്ലേ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഭാര്യ എനിക്ക് ഇഷ്ടമാണ്, അവൾക്ക് വേണ്ടി ഞാൻ ജീവിക്കും, എൻ്റെ കഷ്ടപ്പാടുന്ന സമ്പത്ത് മുഴുവൻ എൻ്റെ ഭാര്യയ്ക്ക്, എൻ്റെ മക്കൾക്ക്. ഖിയാമന്നാൽ ആ ഭാര്യയെ ഒന്ന് കാണും. നിങ്ങൾ വീട്ടിൽ പോയി ഭാര്യയോട് പോലും ഒന്ന് ചോദിച്ചു നോക്ക്. ഈ ഹദീസ് ഒന്ന് കേട്ടോ. ഫയഖൂലു ലഹാ, ഭാര്യയോട് പറയും, യാ ഹാദിഹി, പെണ്ണേ, അയ്യു ബഅലി കുന്തു ലക്കി, എടി പെണ്ണേ, ഞാൻ നിനക്ക് എങ്ങനെയുള്ള ഭർത്താവായിരുന്നു? എൻ്റെ ബിസിനസിന്റെ, എൻ്റെ സമ്പത്തിന്റെ മുഴുവനും ഞാൻ നിനക്ക് തന്നില്ലേ? നിന്നെ പോറ്റിയില്ലേ? നിനക്ക് വസ്ത്രം വാങ്ങി തന്നില്ലേ? കല്യാണം കഴിച്ച് മരണം വരെ നിനക്കൊരു കുറവുണ്ടായിരുന്നോ? നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എല്ലാം ചെയ്തു. അപ്പോഴാ പെണ്ണ് നമ്മളോട് പറയും, നിഅമൽ ബഅലു കുന്ത്, ഹേ ഭർത്താവായ എൻ്റെ ഇഷ്ട, എൻ്റെ പ്രാണപ്രേയസേ, നീയായിരുന്നു ഭർത്താക്കന്മാരിൽ ഏറ്റവും നല്ല ഭർത്താവ്. അവൾക്ക് കഴിയുന്നത്ര നമ്മളെ പുകഴ്ത്തി പറയും. നിങ്ങളല്ലാതെ എനിക്ക് ആരുണ്ടായില്ല, നിങ്ങൾ തന്നെയാണ്. മഹ്ശറിൽ നടക്കുന്ന സംഭവം. ഫയഖൂലു ലഹാ, അവളോട് ഭർത്താവായ നമ്മൾ ചോദിക്കും, ഫഇന്നി അത്ലുബു ഇലൈക്കൽ യൗമ ഹസനതൻ വാഹിദ, എന്നാൽ പെണ്ണെ, നിനക്ക് കഷ്ടപ്പെട്ടതിന്റെ ഫലമായിട്ടൊന്ന് ചോദിച്ചോട്ടെ, നിന്റെ ദുനിയാവിന്റെ ജീവിതത്തിലെ ഒരു ദിവസത്തെ നന്മ അല്ലെങ്കിൽ ഒരു നന്മ നീ എനിക്ക് തരുമോ? അതെനിക്കൊരു സംഭാവനയായിട്ട് തരുമോ? ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താക്കന്മാരെ, സ്നേഹിക്കണ്ട എന്നല്ല, അവരെ പ്രേമിക്കണം, അവരെ ചേർത്ത് പിടിക്കണം, എന്നാലേ മുസ്ലിം ആവുള്ളൂ. പക്ഷേ മുത്തുനബി തങ്ങൾ പഠിപ്പിക്കുന്നു, ലഅല്ലി അൻജു മിമ്മാ തറൈനാ, എനിക്കൊന്ന് രക്ഷപ്പെടാനാണ് പെണ്ണെ എന്ന് പറയുമ്പോ ആ പെണ്ണ് നമ്മളോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, എന്ത് നിസാരമായിട്ടാണ് നിങ്ങൾ ഇതൊക്കെ എന്നോട് ചോദിക്കുന്നത്? ഇത് എവിടെയാണെന്നറിയോ? ദുനിയാവല്ല, ഇത് ആഖിറമാണ്. ഒരൊറ്റ വസ്തു പോലും നിങ്ങൾക്ക് തരാൻ എനിക്ക് കഴിയൂല. നിങ്ങൾ ഭയപ്പെടുന്നത് പോലെ എനിക്കും ഭയമുണ്ട് മനുഷ്യ, ദൂരെ മാറിപ്പോ, ദൂരെ മാറിപ്പോ. നമ്മുടെ ഭാര്യയുടെ കാര്യം അപ്പോ നിങ്ങൾ, എന്റെ മകൻ ഞാൻ പൊന്നുപോലെ നോക്കി, എൻ്റെ മകൻ എൻ്റെ ഇന്റിമേറ്റ് ഫ്രണ്ടായി, എൻ്റെ പൊന്നുമോനായി ഞാൻ വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി സമ്പത്തൊക്കെ വിറ്റും പറക്കി ഞാൻ പഠിപ്പിച്ച് എഡ്യൂക്കേഷൻ കൊടുത്ത എൻ്റെ മോൻ മകനോട് പോകും, യാ ബുനയ്യ അയ്യു വാലിദിൻ കുന്ത ലക്, എങ്ങനെയുള്ള മോൻ, എങ്ങനെയുള്ള വാപ്പയായിരുന്നു ഞാൻ മോനെ നിനക്ക്? വാപ്പാ, നിങ്ങൾ നല്ല വാപ്പയായിരുന്നു വാപ്പാ. ഒരു നന്മ, ഒരു കടുമണിയുടെ ആരും കൊടുക്കാതിരുന്നപ്പോ അവസാനം ചെന്ന് ചോദിക്കുന്നു, മോനെന്ന് പറഞ്ഞാൽ ആയിരുന്ന ഉള്ള വാപ്പാ. ഖിയാമത്ത് നാളിൽ മോനുണ്ടാവൂല, മോളുണ്ടാവൂല, ആരുമുണ്ടാവൂല, ആരുമുണ്ടാവൂല. നിസാരമായിട്ട് നിങ്ങൾ ചോദിക്കുവാണോ? നിങ്ങൾ ഭയപ്പെടുന്നത് പോലെ എനിക്കും ഭയമുണ്ട് വാപ്പ, വെറുതെ വിട്ടേരെ, മോനും ഓടിപ്പോകും. എല്ലാവരും വിട്ടൊറ്റയ്ക്ക് നിന്ന് നിലവിളിക്കുമ്പോ ഹബീബായ മുഹമ്മദ് മുസ്തഫ
സ്വലാത്തു പറ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. ചെറുപ്പക്കാരാ, വെസ്റ്റ് മുടിക്കൽ പള്ളിയിരിക്കുന്ന എന്നെയും നിങ്ങളെയും കൈപിടിച്ചുകൊണ്ട് മുത്തുനബി തങ്ങൾ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് കണ്ണുനീരോടുകൂടി പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിനക്ക് ശുപാർശകനാകാം. അനഫായിലുൻ ഇൻഷാ അല്ലാഹ് അവ്വലു മാ തത്ലുബുനി അലസ്സിറാത്ത്. നിങ്ങൾ എന്നെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ സിറാത്തിന്റെ അവിടെ വന്നാ മതി. ഓരോന്ന് ഞാനും നിങ്ങളും ഓരോരുത്തർ നടക്കുന്ന സംഭവമാണ്, കഥയല്ല, കെട്ടുകഥയല്ല. ഇത് വായിച്ചു കളഞ്ഞ ചരിത്രങ്ങളല്ല, ഇത് ഹദീസുകളാണ്. അമ്പിയാക്കന്മാരുടെ, ഔലിയാക്കന്മാരുടെ, സ്വാലിഹീങ്ങളുടെ വചനങ്ങളാണ്. ഞാനും നിങ്ങൾ നേരിട്ട് കാണേണ്ട രംഗങ്ങളാണ്. സിറാത്ത് എന്ന പാലത്തിൽ നിങ്ങളുടെ കൂട്ടുകാരെല്ലാരുമില്ല. അവിടെ ചെല്ലുമ്പോ റബ്ബേ, നമ്മുടെ ഹബീബായ തങ്ങൾ റബ്ബി സല്ലിം, റബ്ബി സല്ലിം, രക്ഷപ്പെടുത്തൊന്ന് രക്ഷപ്പെടുത്ത്, ഒന്ന് രക്ഷപ്പെടുത്ത്, എന്റെ ഉമ്മത്താണ് റബ്ബേ എന്ന് പറയാൻ നമ്മുടെ ഹബീബ് അവിടെ ഉണ്ടാകും. നിങ്ങൾ സിറാത്തിൽ കണ്ടില്ലെങ്കിൽ ഫാത്തുലുബ്നി ഇൻദൽ മീസാൻ, നന്മ തിന്മ തൂക്കുന്ന ഭാഗത്തുണ്ടാകും. ഒരു നന്മ കൂട്ടിക്കൊടു റബ്ബേ, എന്റെ നന്മ കൊടുക്ക്, അവന് രക്ഷപ്പെടുത്ത്, അവന് രക്ഷപ്പെടുത്ത് എന്നിങ്ങനെ പറഞ്ഞു പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന നബി, അവിടെയും നിങ്ങൾ എന്നെ കണ്ടില്ലെങ്കിൽ ഹൗദിന്റെ ചാര ഞാൻ ഉണ്ടാകും. ദാഹിച്ച് വലഞ്ഞു വരുമ്പോ, ഒരു തുള്ളി വെള്ളം കിട്ടാതെ വരുമ്പോ എന്റെ അടുത്ത് വന്നാ മതി. ആരും തരൂല്ല, ആരും തരൂല്ല. ഞാൻ അവിടെ ഉണ്ടാകുമെന്ന് ഇതുവരെ നുണ പറയാത്ത നാവ് കൊണ്ട് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതാണ് നമ്മൾ മങ്കുസ് മൗലിദിൽ പാടുന്നത്. അന്ത മുൻജി നഗദാ മിൻ ശഫാഅതിക സ്വഫാ. നിങ്ങളാ നബിയെ രക്ഷപ്പെടുത്തുന്നത് എങ്ങനെയാ പ്രിയപ്പെട്ടവരെ? ശിർക്കാവുക. ഖിയാമത്ത് നാളിൽ ഹദീസിന്റെ വെളിച്ചത്തിൽ ശഫാഅത്ത് ചെയ്യാൻ രക്ഷപ്പെടുത്ത ഒരൊറ്റ നബിയേ ഉള്ളൂ. നിങ്ങളാണ് ഞങ്ങളെ രക്ഷപ്പെടുത്തുന്നത്. അള്ളാന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ, ശുപാർശ ചെയ്യാൻ നിങ്ങളെ ഉള്ളൂ. ഇത് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവിടെ നമ്മുടെ കേരളത്തിൽ കരയിൽ കോളറ എന്ന് പറഞ്ഞ മഹാരോഗം വ്യാപിച്ചപ്പോ എഴുതി ഉണ്ടാക്കിയ ഈ ബൈത്ത് ചൊല്ലിയപ്പോ ആ രോഗം മാറിയെങ്കിൽ ഇന്നും മാറും, ഇന്നും ദുഃഖങ്ങൾ മാറുമാ. ഈമാൻ നമുക്കുണ്ടാവുക. അന്ത മുൻജീനാഗദാ, നിങ്ങളാ നബിയെ ഞങ്ങൾ രക്ഷിക്കുക. മിൻ ശഫാഅതിക സ്വഫാ, നിങ്ങളുടെ ശുദ്ധമായ ശഫാഅത്ത് കൊണ്ട്. മല്ലനാ മിസ്ലുക്കയാ, നിങ്ങളെപ്പോലെ ഞങ്ങൾക്ക് ആരുണ്ട് നബിയേ? സയ്യിദീ ഖൈറൻ നബി. നമുക്കാണ് പുകഴ്ത്താൻ പാട്, വള്ളത്തോൾ പുകഴ്ത്തി. ജീവന്റെ ഭിന്നമാം നാദവൈചിത്രങ്ങളേകമാം സത്തയിൽ ബന്ധിച്ച ധാർമ്മിക, തമ്മിലിടഞ്ഞും അഹങ്കരിച്ചും കരൾ കൊത്തിപ്പറിച്ചും ചവച്ചും പുളച്ചാർത്ത ഗോത്രക്കുരുമ്പിനെ കാട്ടുക്രൗര്യങ്ങളെ ശാന്തി സങ്കീർത്തനമാക്കിയ നായക. ഇടിഞ്ഞും തകർന്നും പൊളിഞ്ഞും കിടന്ന മക്കയുടെ മനുഷ്യത്വമില്ലാത്ത മനസ്സിനെ മരവിച്ചുപോയ മക്കാരെ ശാന്തി സങ്കീർത്തനം ഓതിയ നായക എന്ന് പാടിയത് മഹാകവി വള്ളത്തോളാണ്. അയാൾ മുസ്ലിം അല്ല. മൈക്കൽ എച്ച് ഹാർട്ട് ഒരു പുസ്തകമാണ്, കാരുണ്യവാൻ നബി ലോകം ചൊല്ലിയ പ്രകീർത്തനം, യൂളജി ഓഫ് ദ വേൾഡ് ഓൺ പ്രൊഫറ്റ് ഓർ ദ കമ്പാഷനേറ്റ് എന്ന പുസ്തകത്തിൽ മൈക്കൽ എച്ച് ഹാർട്ട് എന്ന് പറയുന്നത് മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ ഇൻ ഹിസ്റ്ററി. ചരിത്രത്തിൽ 100 പേരെ അദ്ദേഹം തിരഞ്ഞെടുത്തു. 100 ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വ്യക്തികളെ തിരഞ്ഞെടുത്തപ്പോൾ ഒന്നാമനായത് ഫസ്റ്റ് പേഴ്സൺ at that book, ആ ബുക്കിൽ ഒന്നാമത്തെ പേര് ആരുടെ പേരെന്നറിയോ? പ്രോഫറ്റ് മുഹമ്മദ് മുസ്തഫ. ഒരു ക്രിസ്ത്യാനി എന്നിട്ട് അദ്ദേഹം കാരണം എഴുതി വെച്ചേക്കുന്നത്, മൈ ചോയ്സ് ഓഫ് മുഹമ്മദ് ടു ലീഡ് ദ ലിസ്റ്റ് ഓഫ് ദ വേൾഡ്സ് മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺസ് മേ സർപ്രൈസ് സം റീഡേഴ്സ് ആൻഡ് മേ ബി ക്വസ്റ്റ്യൻഡ് ബൈ അതേഴ്സ് എന്ന് പറയാൻ. ബട്ട് ഹി വാസ് ദ ഓൺലി മാൻ ഇൻ ഹിസ്റ്ററി. ചരിത്രത്തിൽ അങ്ങനെ ഒരു മനുഷ്യനേ ഉള്ളൂ, അങ്ങനെ ഒരു വ്യക്തിയേ ഉള്ളൂ, who are supremely successful on both the religious and secular level. ധാർമ്മികമായിട്ടും മതപരമായിട്ടും സാമൂഹികപരമായിട്ടും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും പൊട്ടൻഷ്യൽ ഉന്നതമായിട്ട് നിൽക്കുന്ന ഒരൊറ്റ വ്യക്തി ലോക ചരിത്രത്തിൽ 100 പേരെ സെലക്ട് ചെയ്ത് മൈക്കൽ എച്ച് ഹാർട്ട് എന്ന് പറയുന്ന ആൾ പറയുന്നു, he was one and only prophet മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് മുസ്തഫ
ഇത് അറബിയിൽ പറയുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ട്. ഇംഗ്ലീഷ് പറയുമ്പോഴും കവിതയിൽ പറയുമ്പോഴും ഒരു കുഴപ്പമില്ല. ഇത് തന്നെയാണ് മഹാന്മാരായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു തന്റെ മങ്കൂസ് മൗലിദിൽ രചിച്ചിരിക്കുന്നത്. ഇത് തന്നെയാണ് ശറഫുൽ അനാമിൽ, ഇത് തന്നെയാണ് സഹോദരനെ മുഹമ്മദ് മൗലിദിൽ, ഇത് തന്നെയാണ് സലാം ബൈത്തിൽ. ഇതിന്റെ വ്യത്യസ്ത രൂപങ്ങൾ നമുക്ക് പാടാം, പുകഴ്ത്താം റബീഉൽ അവ്വലിൽ. അതുകൊണ്ട് നേട്ടങ്ങളല്ലാതെ കോട്ടങ്ങൾ ഉണ്ടാവില്ല. അതുകൊണ്ട് എന്തെങ്കിലും കോട്ടങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഖത്തീബ് സുഫിയാൻ ബാക്കവി ഉത്തരവാദിയാണ്. അതുകൊണ്ട് പങ്കെടുക്കുകയും ഇൻഷാ അല്ലാഹ് റബീഉൽ അവ്വൽ നമുക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യാം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു തരട്ടെ. ആ ഹബീബായ തങ്ങളുടെ ശഫാഅത്തിൽ അല്ലാഹു നമ്മളെയും കൂടി ചേർക്കുമാറാവട്ടെ. വആഖിറു ദഅവതി